2013 മലയാള സിനിമാ പ്രേമികൾ ആരും തന്നെ ആ വർഷം മറക്കാൻ യാതൊരു ചാൻസും ഇല്ല. ആ വർഷമാണ് സാക്ഷാൽ ജോർജ് കുട്ടി പാറേപ്പള്ളി പോകുന്നതും ജോർജ് കുട്ടിയുടെ അവതാരപ്പിറവി. ദൃശ്യം 1 ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കാറുകളൊക്കെ കിലോമീറ്റർ കണക്കിന് ക്യൂ പോലെ കാറുകൾ കിടക്കുന്ന സമയം ആദ്യത്തെ 50 കോടി ചിത്രം. മലയാള സിനിമയിൽ 20-25 കോടി 1 കോടിയൊക്കെ നേടിയ ചിത്രങ്ങളുണ്ട്. ആദ്യത്തെ 50 കോടി അവിടെ മുതലാണ് കോടി ക്ലബിൻ്റെ കണക്കുകൾ പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ മുതലാണ് ആദ്യത്തെ 50 കോടി നേടിയ ചിത്രം രണ്ടാമത് ദൃശ്യം 2-ലെത്തുമ്പോൾ അത് OTT റിലീസാണ്. കോവിഡിൻ്റെ സമയമാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാക്സ് കൊണ്ട് ഞെട്ടിച്ച സിനിമ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എക്കാലത്തെയും മികച്ച കൾട്ട് ക്ലാസിക്, ഒരു ത്രില്ലറിൽ നമുക്ക് എടുത്തു വെക്കാവുന്ന, ഒരു ഫ്രെയിം ചെയ്ത് വെക്കാവുന്നതാണ് ദൃശ്യം 1. ദൃശ്യം 3 നേടുന്ന കളക്ഷൻ ഈ ജോർജ് കുട്ടിയെയും ഫാമിലിയും അതുപോലെ മലയാളികൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അവരോടുള്ള ഇഷ്ടം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ പ്രീസെയിൽ ബുക്കിംഗ് തന്നെ ആദ്യത്തെ 4 ദിവസം തന്നെ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല ഒരിടത്തും. അത് അനനി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു മജീഷ്യൻ്റെ അസാധാരണമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോടാണ്. ജിത്തു ജോസഫിനെ കുറിച്ച് നമുക്ക് പറയാം. എന്നാൽ പോലും ആദ്യത്തെ ദിവസം നേടിയത് 43.5 കോടിയാണ്. അതായത് എമ്പുരാന് ശേഷം മലയാള സിനിമയുടെ ഏറ്റവും നമ്പർ 2 കളക്ഷൻ. കേരളത്തിൽ നമ്പർ 3 ആണ് എമ്പുരാൻ, നമ്പർ 1ഉം നമ്പർ 2 ലിയോ, നമ്പർ 3 നമ്മുടെ ദൃശ്യം 3 ഈ സിനിമ ജിത്തു ജോസഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ 2 സിനിമകളും ജിത്തു ജോസഫ് വളരെ മോശമായിട്ടായിരുന്നു ഡയറക്ഷൻ. പ്രത്യേകിച്ചും മിറാഷും വലതുവശത്തെ കള്ളനും ഈ 2 സിനിമകളും വളരെ മോശം ഡയറക്ഷൻ. എഴുത്തി മാത്രമായിരുന്നു ഞാൻ ഈ സിനിമ പ്രതീക്ഷിച്ചത്. ഒരു ദൃശ്യം ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് മാത്രമാണ് ജിത്തു ജോസഫിനെ ഇത്രയും ആരാധകർ ഏറ്റെടുക്കുന്നത്. കാരണം ദൃശ്യത്തിന് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അത് ആബാലവൃതം ജനങ്ങളും ഉറപ്പായിട്ടും കാണും എന്ന് ഉറപ്പിച്ച് പറയുന്ന പടമാണ് ദൃശ്യം 3. എന്തായാലും നമ്മൾ ഒരു വട്ടം കാണും ദൃശ്യം 3 എന്നുള്ളത് ഉറപ്പാണ്. ഇനി ദൃശ്യം 4 ഇറക്കുമ്പം വളരെ സൂക്ഷിച്ചിറക്കണം. കാരണം ജിത്തു ജോസഫ് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലും ഡയറക്ടർ എന്നുള്ള രീതിയിലും. കാരണം പുള്ളിയുടെ മേക്കിംഗ് ഒക്കെ വളരെ ശോകമായി തുടങ്ങി, എഴുത്ത് വളരെ മോശമായി തുടങ്ങി. ദൃശ്യം 1ഉം ദൃശ്യം 2 നോക്കുമ്പം ദൃശ്യം 3 എന്തായാലും സമ്മിശ്ര പ്രതികരണങ്ങൾ നല്ലതുപോലെ ഉണ്ടെന്നുള്ള സംശയമില്ല. ഇനി എന്ത് തരം സമ്മിശ്ര പ്രതികരണങ്ങൾ, ഇനി മോശം പ്രതികരണം വന്നാലും ഈ ദൃശ്യം എന്ന് പറയുന്നത് ആഴത്തിൽ പതിഞ്ഞുകൊണ്ട് കളക്ഷൻ ഒന്നും ബാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കളക്ഷൻ റെക്കോർഡുകളൊക്കെ വഴിമാറുമെന്നുള്ളത് ഉറപ്പാണ്.